ലോകകപ്പിൽ രണ്ടാം ജയം തേടി അർജന്റീന അല്പസമയത്തിനകം ഇറങ്ങും. ഓസ്ട്രേലിയ എതിരാളികൾ നാടെങ്ങും ആവേശം. കളി ജയിക്കും ഉറപ്പായിട്ടും. സ്കലോണിന്റെ പുതിയ തന്ത്രങ്ങൾ കാണാൻ പറ്റില്ല. മെസ്സിയാനെ കൂട്ടാൻ പറ്റില്ലല്ലോ, മെസ്സിയാണല്ലോ. പുലർച്ചെ 2:30 ഫ്രാൻസ് ഇറാഖ് മത്സരം. നോർവേ സെനഗൽ പോരാട്ടം 5:30. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന ആക്ഷേപം. അതൃപ്തി പരസ്യമാക്കി KC വേണുഗോപാലും. മുഖ്യമന്ത്രിയോട് വിയോജിച്ച് എക്സൈസ് മന്ത്രിയും. AIYF AISF പ്രതിഷേധത്തിനെതിരെ മലിനജലം ചീറ്റിയെന്ന നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. കുപ്പിയിൽ വെള്ളവുമായി പിണറായി വിജയൻ സഭയിൽ. വെള്ളം പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. പബ്ലിക് ലാബിൽ വെള്ളം അയക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം. എളമക്കര അങ്കനവാടിയിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രതി കസ്റ്റഡിയിൽ. പിടിയിലായത് അങ്കനവാടിയിൽ സ്ഥിരമായി വന്നുപോകുന്ന 20-കാരൻ. അങ്കനവാടി വർക്കറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ച മന്ത്രി ബിന്ദു കൃഷ്ണ. നടപടി പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുതെന്ന നിർദ്ദേശം പാലിക്കാത്തതിനാൽ. വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നു പരിശോധിക്കും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പള്ളി അധികൃതരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. കല്ലറയ്ക്ക് പോലീസ് കാവൽ. താരസംഘടന അമ്മയിൽ രാജി തുടരുന്നു. ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ച മല്ലിക സുകുമാരൻ രാജിവെച്ചു. അഡ്ഹോ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച ആശാ അരവിന്ദ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ രാജിപ്രഖ്യാപനം നടത്തി ലക്ഷ്മി പ്രിയ. ശ്വേതാ മേനോൻ അൻസിബിയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് മാലാ പാർവതി. BJPയെ വെട്ടിലാക്കി അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട്. നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകൾ ഏറെയും നടന്നത് മഹാകുംഭമേള കാലത്ത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടു പോകരുതെന്ന് SIT. ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിലെ തീപിടുത്തത്തിൽ മരണം 13ആയി. 6 പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് നാട്ടുകാർ. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ രാജി. ലേബർ പാർട്ടി നേതൃസ്ഥാനവും ഒഴിഞ്ഞു.